കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ സലീം കുമാറിൻ്റെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന സിനിമയിലെ ഡയലോഗ്. ഈ ഡയലോഗാണ് ഇപ്പോൾ CPM-നോട് പറയാൻ തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിയ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലെ കാര്യങ്ങൾ കേട്ടാൽ അങ്ങനെ പറയാനേ തോന്നും. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത്, MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയെ മത്സരിപ്പിച്ചത്, ന്യൂനപക്ഷങ്ങളെ അകറ്റിയത്, ഇതൊക്കെയാണത്രേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചത്. എന്താണ് പ്രൊഫസർ തോന്നുന്നത്? ഒടുവിൽ കുറ്റസമ്മതം നടത്തിയോ? അല്ല, ഒടുവിൽ കുറ്റസമ്മതം നടത്തിയോ എന്നുള്ളത് ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കുറ്റസമ്മതം നടത്തേണ്ടതും അതിൽ ശരിതെറ്റുകൾ കണ്ടെത്തേണ്ടതുമൊക്കെ CPM എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ അനിവാര്യതയായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഈ വിഷയങ്ങൾ, എന്തൊക്കെ വിഷയങ്ങളിലാണ് ഈ തെറ്റുപറ്റിയത് എന്ന തരത്തിലുള്ള ഒരു പരിശോധന നിരർത്ഥകമാണ് എന്നാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത്, പിന്നെ PK ശ്യാമളയെ മത്സരിപ്പിച്ചത്, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചില വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കണം. ഇതല്ല CPM ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ അഭിപ്രായം എനിക്കുള്ളത്. കാരണം CPM ഇക്കാലത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട, അവർ പ്രാവർത്തികമാക്കേണ്ട രാഷ്ട്രീയം അവർ പ്രാവർത്തികമാക്കിയില്ല, അതവർ നടത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവർ അതനുസരിച്ചാണ് അവരുടെ വോട്ട് തീരുമാനിച്ചത് എന്നിരിക്കെ ഇവിടെ CPM അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മറന്നുകളയാണ്. ആ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇവിടെ അതല്ല പരിശോധിക്കേണ്ടത് എന്നുള്ള തോന്നലിൽ നിന്നാണ് അവർ ആരംഭിക്കുന്നത് തന്നെ. ഇപ്പൊ CPM-ന്റെ രാഷ്ട്രീയമായ നിലപാടുകളിലോ അവർ കൈക്കൊണ്ട സമീപനങ്ങളിലോ പ്രശ്നമൊന്നുമില്ലാതിരിക്കെ അത് മറ്റൊരു പ്രശ്നത്തിലായിരുന്നു. അതിൽ MV ഗോവിന്ദൻ ഇന്ന പത്രസമ്മേളനത്തിൽ ഇങ്ങനെ സംസാരിച്ചതായിരുന്നു പ്രശ്നം എന്നൊക്കെ പരിശോധിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ MV ഗോവിന്ദൻ തന്നെ അവിടെ കുറ്റസമ്മതം നടത്തി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സമീപനങ്ങളിൽ ചില പ്രശ്നങ്ങൾ എന്താണ്? അദ്ദേഹം മാധ്യമങ്ങളോട് കുറച്ച് അധികം ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നതാണോ? അവരോട് കടന്നു കയറി സംസാരിക്കുന്നു, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതൊക്കെയാണ് തെറ്റ് എന്നാണോ? അതൊന്നുമല്ല തെറ്റ്. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈവൻ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ പോലും ഈ വെള്ളാപ്പള്ളിയെ വിമർശിക്കാത്തതാണ് പ്രശ്നമെന്ന് കരുതുന്നത് പോലും തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ വിമർശിക്കുകയും അതിനോട് കർശനമായ അഭിപ്രായം പ്രകടനം നടത്തേണ്ടതുമൊക്കെ ശരിയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ ആ സമയത്ത് CPM ചെയ്യേണ്ടത് തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് തവണ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ബേസിക്കായിട്ട് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് സമ്പൂർണ്ണമായി അകന്നുപോയി. എന്താണ് അതിന് കാരണം? അതല്ലേ പരിശോധിക്കേണ്ട. ആ പരിശോധനയുടെ കാരണങ്ങൾ രാഷ്ട്രീയമാണ്. അത് അവർ കൈക്കൊണ്ട ഈ കാലഘട്ടത്ത് ഒരു കാരണവശാലും അവർ എടുക്കാൻ പാടില്ലാത്ത ചില സമീപനങ്ങളുടെ ഭാഗമാണ്. രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലപാടെടുക്കാം ഇനി കുറച്ചു കാലത്തേക്ക് എന്ന നിലയിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയതിൻ്റെ പ്രശ്നമാണ്. ട്രസ്റ്റ് എന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ടതിൻ്റെ പ്രശ്നമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ CPM-ന് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള, ഇനി അവർ ഒരു തരത്തിലും അവരുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അവരിൽ നിന്ന് ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായ ഒരു ശക്തമായ സമീപനം ഉണ്ടാവുകയില്ല എന്ന പൂർണ്ണബോധ്യം അവർക്കുണ്ടാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോയത്. അത് നോക്കൂ, ഒറ്റ കാര്യം മതി നൗഫൽ. നോക്കൂ, ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ഏതാണ് ഈ അയ്യപ്പ സംഗമം എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, അവിടെ കൊണ്ടുവന്ന് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുന്ന വിധത്തിൽ ഇവർ ഈ സംഘി പ്രീണനം അല്ലെങ്കിൽ അവരുടെ സംഘപരിവാർ നിലപാടുകളെ പ്രീണനം നടത്തുന്ന വിധത്തിലുള്ള സമീപനം സ്വീകരിച്ച് തെറ്റോ ശരിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുക? ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അല്ല, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് തെറ്റായിപ്പോയി എന്നുള്ള തോന്നൽ അവർക്കിടയിലുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല, അത് സഖാക്കളിൽ തന്നെ ധാരാളം പേർ ആ അഭിപ്രായത്തിലുള്ള ആളുകളായിരുന്നു. ആ അയ്യപ്പ സംഗമം തന്നെ സംഘടിപ്പിച്ചത് ഒരു വിധത്തിൽ വലിയ തരത്തിലുള്ള ദോഷം ചെയ്തു എന്ന് വിചാരമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ സമയത്തൊന്നും ഇവർക്കൊന്നും ബോധ്യമായില്ല. ബോധ്യമായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറയുന്നതിലുള്ള എന്താ പറയുക, അതിനുള്ളൊരു സത്യസന്ധത അവർ കാണിച്ചതുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഈ രാഷ്ട്രീയമാണ് പ്രശ്നം. അല്ലാതെ അവർ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതിനൊക്കെ കുറ്റസമ്മതമൊക്കെ നടത്തി ഇത് പരിഹരിച്ച് കളയാം എന്ന് വിചാരിക്കാനേ കഴിയും. എന്താ റാവുന് എന്ത് തോന്നുന്നു? അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളി, ഇപ്പോൾ ഈ യോഗി ആദിത്യനാഥ് സാറ് പറഞ്ഞൊരു വിഷയമാണ്, വെള്ളാപ്പള്ളി മറ്റൊരു വിഷയമാണ്. ഈ വിഷയങ്ങളെല്ലാം വരുന്നത് ഒരു പൊതുവായ സമീപനത്തിൽ നിന്നുണ്ടായ പ്രശ്നമാണോ? അല്ല, അത് അവരുടെ രാഷ്ട്രീയ ലൈനിൻ്റെ കാര്യത്തിൽ അവിടുത്തെ പ്രശ്നം അവർ മനസ്സിലാക്കുന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. CPIM-നെ സംബന്ധിച്ച്, ആ പാർട്ടി അല്ലെങ്കിൽ ലെഫ്റ്റിനെ സംബന്ധിച്ച് ആ മുന്നണി
തിരിച്ചുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ, പരിശോധനകൾ, തെറ്റ് സമ്മതിക്കലുകൾ എല്ലാം ശുഭകരമാണ്. അത് ആ പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ സംബന്ധിച്ചും നമ്മളെല്ലാവരെയും സംബന്ധിച്ചും ആശാവഹമായ സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. CPM-ന് മാത്രമായിട്ടല്ല, കേരളം അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ആശയത്തിൽ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ആ പാർട്ടിയെ തെറ്റിദ്ധരുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ആശാവഹമാണ്, പ്രതീക്ഷാ നിർഭരമാണെന്ന് ഞാൻ കരുതുന്നു. സാർ പറഞ്ഞൊരു പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഘടകം അവസാന നിമിഷത്തിൽ വെള്ളാപ്പള്ളി നടേശനെ നാം പിന്തുണച്ചതുകൊണ്ട് നാം തോറ്റുപോയി എന്ന നിലയ്ക്കല്ല ആ പാർട്ടി അതിനെ കണ്ടത്. കുറച്ചുകൂടി ആഴത്തിലും വിശദമായും കാണേണ്ടതുണ്ട്. കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം CPIM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭരണകൂട പാർട്ടിയായി മാറിപ്പോയിട്ടുണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. ഞങ്ങളുടേത് ഒരു സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ്. ആ സർക്കാരിനെ നിലനിർത്തൽ മാത്രമായിരിക്കുന്നു ഞങ്ങളുടെ ഒരു ബാധ്യത. ആ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കൽ, മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കൽ എന്നതിൽ മാത്രമായിരിക്കുന്നു അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. അതിനപ്പുറം കേരളം എന്ന് പറയുന്ന മതനിരപേക്ഷ ബഹുസ്വര സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സഖാക്കളാണ് ഞങ്ങൾ എന്ന ബോധ്യം നഷ്ടപ്പെടുകയും ഞങ്ങളൊരു ഭരണകൂട പാർട്ടിയുടെ കങ്കാണിമാരായി മാറിയിരിക്കുന്ന ബോധ്യം അതിലെ നല്ല വിഭാഗം ആളുകളെ ബാധിച്ചു. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ നോക്കൂ, എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വന്നിരുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എല്ലാം ആർക്ക് MV ഗോവിന്ദന് തെറ്റിപ്പോയി, പിണറായി വിജയന്റെ സമീപനം തെറ്റിപ്പോയി എന്ന് പറയാണ്. അത് മാത്രമാണോ പ്രശ്നം? ഈ 10 വർഷക്കാലം ഇവർ ഭരണകൂട പാർട്ടിയുടെ ആൾക്കാരായിട്ടാണ് ഇവരും പ്രവർത്തിച്ചത്. ഒറ്റ നിമിഷം എനിക്ക് തരാം. അതായത് ആ കൂട്ടത്തിൽ പറയണം, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഭരണ പാർട്ടി സമര പാർട്ടി എന്ന നിലയിലുള്ള അവരുടെ സ്റ്റാറ്റസ് ഇല്ലാതായി. അങ്ങനെ ഒരു സാധനം ഇല്ലാതെ അവർ സമരം ചെയ്യേണ്ട കാലമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ മാത്രമേ ഭരണമുള്ളൂ. രാജ്യത്ത് വന്നുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളും അതിൻ്റെ ഒരു ഭീകരതയും അവരുടെ കൺമുന്നിലല്ലേ നടക്കുന്നത്. അല്ല, നമുക്ക് അവരെ അവർ ആ വിഷയങ്ങളെ ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. സമൂഹത്തിൻ്റെ സകലമാന കോണുകളിലും ഒരു രാഷ്ട്രീയ പ്രതിരോധ ശക്തിയായി നിലകൊള്ളുക, സംഘ്പരിവാറിൻ്റെ ഇൻഫിൽട്രേഷനെ, കടന്നുവരവിനെ, നുഴഞ്ഞുകയറ്റത്തെ തടുക്കാൻ ശേഷിയുള്ള വേറൊരു എക്സസൈസ് നടത്തണം. അത് നടത്തിക്കൊണ്ടേയിരിക്കണം. അത് നടത്താതെ ഞാൻ എപ്പോഴും പറയുന്നൊരു വിമർശനം, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ട് ഉയർന്നു വരുന്ന വിമർശനങ്ങളെ തടുക്കുകയും പ്രതിരോധിക്കുകയും മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ എക്സസൈസിലേക്ക് അത് ചുരുങ്ങി. അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ അത് ജനബന്ധം നഷ്ടപ്പെടുത്തും. ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായ ആശയവിനിമയം, രാഷ്ട്രീയമായ ആശയവിനിമയം എന്ന അതിന് കൈമോശം വന്നുപോയി. അതിനെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരും ഏരിയ കമ്മിറ്റിയിലും ലോക്കലിലും ബ്രാഞ്ചിലും ഇരിക്കുന്ന എല്ലാവരും ഉത്തരവാദികളാണെന്നിരിക്കെ MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ശരീരഭാഷയിലും ആറ്റിറ്റ്യൂഡിലും അപ്രോച്ചിലും ഉണ്ടായ പ്രശ്നമാണ് സർവത്ര തോൽപ്പിച്ച് കളഞ്ഞത് എന്ന് ആ പാർട്ടിയുടെ താഴെ ഘടകങ്ങൾ വിലയിരുത്തുന്നതിൽ ആത്മാർത്ഥരാഹിത്യമുണ്ട്. അതിനകത്ത് എന്താ പറയുക, കുറ്റകരമായിട്ടുള്ള സമീപനമുണ്ട്. അങ്ങനെയല്ല, എൻറ്റയർ ആ പാർട്ടി സ്ട്രക്ചറിനകത്ത് കുഴപ്പമുണ്ടായിരുന്നു. ആ സ്ട്രക്ചറാണ് ആ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത്, അത് പരാജയത്തിലേക്ക് കൊണ്ടുപോയത്. രണ്ടാമത്തേത്, നമ്മൾ പറയില്ലേ, ഇപ്പം ലോകമഹായുദ്ധങ്ങൾക്കൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൊവോക്കേഷൻസ് ഓർ റീസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രകോപനങ്ങളും ഉണ്ടായി വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ്, അയാളുടെ ഒരു ഇമ്പാക്റ്റ് ഏരിയ എന്താണെന്ന് ജഡ്ജ് ചെയ്യുന്നതിൽ ആ പാർട്ടിക്ക് പാളിപ്പോയി. അത് നമുക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. CPIM-നെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് എവിടെ വരെ പോകാൻ പറ്റും, എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ജഡ്ജ് ചെയ്യുന്നതിൽ ആ പാർട്ടി പരാജയപ്പെട്ടാൽ എന്താണ് അതിൻ്റെ കുഴപ്പം വെച്ചാൽ ആ പാർട്ടിയുടെ ജനബന്ധം നഷ്ടപ്പെടലാണത്. നമ്മൾ ജയിക്കുമോ ഇല്ലേ എന്നുള്ള കണക്ക് തെറ്റിപ്പോവുക, വെള്ളാപ്പള്ളിയെ പിന്തുണച്ചാൽ നമുക്ക് പിന്തുണ കിട്ടുമെന്ന് ജഡ്ജ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനബന്ധം നഷ്ടപ്പെടുകയും ആഫീസിൽ നിന്ന് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ അപകടമാണ്. ഇപ്പം മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞു, മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ച് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വിധം നയപരിപാടിയുള്ള പാർട്ടിയല്ല, ചേർന്ന് നിൽക്കാൻ കഴിയുന്ന നയപരിപാടിയുള്ള പാർട്ടിയാണ് ലെഫ്റ്റ് എന്ന് നമുക്കറിയാം. എന്നിട്ടും അവർക്കിടയിൽ ഒരു അകലം ഉണ്ടായി. ആ അകലം ഉണ്ടായത് എങ്ങനെയാണ്? ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശനം സീരിയസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളെ പരിഹരിച്ച് അവരുടെ അവിശ്വാസത്തെ, പ്രശ്നത്തെ എന്താ പറയുന്നത്, ഫിക്സ് ചെയ്യുന്നതിന് പകരം അവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നൊരു തീരുമാനമെടുത്തിട്ട് അപ്പുറത്ത് വേറൊരു കൺസോൾട്ടേഷന് ശ്രമിക്കുകയും അവരെയും എന്ത് ചെയ്തു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, തെറ്റായി കണ്ടു, ഇവരെയും തെറ്റായി കണ്ടു. അപ്പോൾ അത് ആ പാർട്ടി അതിനെ ശരിയായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ അതെടുത്തിട്ടുള്ള അവസാനത്തെ നയപരിപാടികൾ, ആ പാർട്ടിക്കുണ്ടായിട്ടുള്ള ആന്തരികമായ ജീർണത, ഇലക്ഷൻ സ്ട്രാറ്റജിയിലുണ്ടായിട്ടുള്ള വലിയ പാളിച്ച, ഇത് മൂന്നും മനസ്സിലാക്കുകയും അത് തിരുത്താൻ ആ പാർട്ടി സമൂലമായി തീരുമാനിക്കുകയും ചെയ്താൽ അത് അങ്ങേയറ്റം കേരളത്തെ സംബന്ധിച്ച് ശുഭകരമാണ്. അത് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം. അതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന സർക്കാരിൻ്റെ ഒരു പ്രതാപകാലത്ത് അതിന് അകത്ത് വർത്തമാനം അറിയാൻ കഴിയാത്ത വിധമുള്ള വലിയ പ്രതാപശാലികളാൽ ഉരുക്കുമുഷ്ടിയാൽ അല്ലെങ്കിൽ ഇരുമ്പ് മറകളാൽ തീർത്ത പ്രശ്നം ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടാവും. അത് നമ്മളിപ്പോൾ എല്ലാ കമ്മിറ്റികളിലും കാണുന്നുണ്ട്. ഇനി അതിനകത്ത് സംസാരിക്കാൻ ശേഷിയുള്ളവർ, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസുകൾ കുഴപ്പമായിരുന്നെന്ന് അറിയാവുന്ന ആൾക്കാർ അവർ സംസാരിക്കുകയും ആ പാർട്ടി ഒരു ശരിയായൊരു ടേൺ എടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാതെ മുമ്പും ആ പാർട്ടി തോറ്റുപോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുമുണ്ട്.
ഇനി വെറുതെ ഇരുന്നാൽ മതി, കോൺഗ്രസ് ദൂഷിച്ചിട്ട് നമ്മളിങ്ങ് വന്നോളും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പഴയ കാലമല്ല. അതിനുശേഷം വേറെ ചില ശക്തികൾ ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പാർട്ടി നന്നായി പണിയെടുക്കുകയും നന്നായി അധ്വാനിക്കുകയും ചെയ്യേണ്ടി വരും. അതിനവർക്ക് കഴിയട്ടെ എന്നാണ് ഒരു ശരാശരി മലയാളി എന്ന നിലയ്ക്ക് ഞാൻ ആശിക്കുന്നത്. സാജു, ഈ തെറ്റുകൾ ഇപ്പോൾ ഇവർ സമ്മതിച്ച തെറ്റുകളുണ്ടല്ലോ, ഇത്തരം തെറ്റുകളാണ് ഞങ്ങൾക്ക് പറ്റിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റാണെന്ന് ഉണർത്തിയ ഒരുപാട് സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ 10 വർഷത്തിനിടെ സംഭവിച്ച തെറ്റുകളെക്കുറിച്ച്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെക്കുറിച്ച് ഉണർത്തിയ മാധ്യമങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്, ഒക്കെയുണ്ട്, സാംസ്കാരിക നായകർ അടക്കമുള്ളവരുണ്ട്. പക്ഷേ അതിനെ ഒന്നും മുഖവിലക്കെടുക്കാതെ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുക എന്നുള്ള നയമാണ് CPM സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇവരെത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എത്രത്തോളം ഭയാനകമായൊരവസ്ഥയിലാണ്? അത് ഈ ഭരണത്തിൽ തുടർച്ചയായി 10 വർഷം ഇരുന്നതിൻ്റെ ഒരു കുഴപ്പം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ തോൽവിയോടുകൂടി CPM-ന് തന്നെ കിട്ടിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അണികൾക്ക് നേതൃത്വത്തോട് ചോദ്യം ചോദിക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ തോൽവിക്ക് ശേഷം സാധാരണഗതിയിൽ മേൽക്കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് താഴേക്ക് കൊടുക്കും, താഴെ ചർച്ച ചെയ്യുന്ന രീതിയായിരുന്നു. അതിനു പകരം താഴേന്ന് വരട്ടെ എന്ന തീരുമാനം ആദ്യം എടുത്ത് അവിടം തൊട്ട് തന്നെ ആ ചോദ്യം ചോദിക്കാനും മറുപടി പറയിപ്പിക്കാനുമുള്ള ശേഷി അണികൾക്ക് കിട്ടി എന്നുള്ളതാണ് ഈ തിരുത്തൽ പ്രക്രിയയുടെ ഏറ്റവും ഗുണം. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുഴപ്പം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ആ കുഴപ്പങ്ങൾ എങ്ങനെ തിരുത്താം എന്നിടത്തേക്കാണ് തീരുമാനമെത്തേണ്ടത്. അവിടെ കണ്ണടച്ചിങ്ങനെ ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, താഴെത്തട്ടിൽ നിന്ന് വന്ന വിമർശനങ്ങൾ 14 ജില്ലാ കമ്മിറ്റികളും ചേർന്ന് കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ചിട്ടാണ് ഇപ്പം 2 ദിവസം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോയത്. ഇന്നിപ്പോൾ എന്താണ് സംസ്ഥാന കമ്മിറ്റി നടന്നിരിക്കുന്നത്? ആ റിപ്പോർട്ട് തിരുത്തണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പറയുന്നു ഇത്രയും പോര കേട്ടോ ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിനോട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. കാരണം വെള്ളാപ്പള്ളിയെ ശക്തമായി തള്ളിപ്പറയുക മാത്രമല്ല, വർഗീയതയോട് സ്വീകരിച്ച അഴകുഴമ്പ സമീപനം ഇനി പറ്റില്ല എന്ന് നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് തന്നെ വിമർശനം വന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ആ പാർട്ടിക്ക് തിരുത്താൻ കിട്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘട്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇവിടം കൊണ്ടും ഇത് നിൽക്കില്ല. കാരണം ഇപ്പോൾ തന്നെ ആ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്ന റിപ്പോർട്ട് വീണ്ടും താഴെ തട്ടിലേക്ക് പോകട്ടെ, അവിടുന്ന് വീണ്ടും ചർച്ച ചെയ്ത് വരാം എന്ന നിലപാടുണ്ട്. മാത്രമല്ല ഈ സംഘടനാ തലത്തിലെ വീഴ്ചകൾ പരിഹരിക്കാനായി പ്ലീനം വേണമെന്ന ആവശ്യമടക്കം ഉയർന്നു കഴിഞ്ഞു. അത് കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് തോൽവി എന്ന് മാത്രമല്ല, സംഘടനാ തലത്തിലെ വീഴ്ചയ്ക്കൊപ്പം നേതാക്കൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൂടി പഠിക്കാൻ CPIM തയ്യാറാകുന്നു ഈ ഘട്ടത്തിൽ എന്നത് ആശാവഹമാണ്. പക്ഷേ തിരുത്തുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അടവ് നയത്തിൻ്റെ പേരിൽ വീണ്ടും ഈ വർഗീയതയെല്ലാം കൂടെ എടുത്ത് ദേഹത്തോട്ട് വെക്കാനാണെങ്കിൽ കാത്തിരിക്കുന്നത് ഫലം വലിയ തിരിച്ചടികളുടേതായിരിക്കും എന്ന സംശയമില്ല. കാരണം നേരത്തെ അവസ്ഥയല്ല, LDF മാറിയാൽ UDF, UDF മാറിയാൽ LDF എന്ന അവസ്ഥയൊക്കെ മാറിയിരിക്കുന്നു. അതിൻ്റെ സൂചനകൾ കേരള നിയമസഭയിൽ 3 അക്കത്തിൽ BJP തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനുള്ള തന്ത്രങ്ങളും സമീപനങ്ങളും ആ പാർട്ടി ഘട്ടത്തിൽ സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ CPM-ന് ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഏറ്റുവാങ്ങിയ തിരിച്ചടി ഇവിടെയും നേരിടേണ്ടി വരുമെന്ന് അതിൻ്റെ അണികൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അതിശക്തമായ വിമർശനം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉന്നയിക്കുന്നതും അത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെയും ഉൾക്കൊണ്ടിരിക്കുന്നതും എന്നാണ് ഈ ദിവസം തെളിയിക്കുന്നത്. പക്ഷേ സാജു നോക്കൂ, ഇപ്പോൾ അതിനുശേഷമുള്ള KK രാഗേഷ്, സമയമുണ്ടല്ലോ അല്ലെ, ഒരൊറ്റ കാര്യം കൂടി, KK രാഗേഷിൻ്റെ ഈ പ്രസ്താവന വരികയും വലിയ തോതിൽ ചർച്ച ചെയ്യും. ഏത് രീതിയിലാണ് അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവുക? ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെക്കാൾ വളരെ വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്നത് ഈ പാർട്ടിയെ. അവിടെ ഒരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളിയും യോഗി ആദിത്യനാഥിന്റെയും പ്രസ്താവന എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമായി പോലും രാകേഷിന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് പാർട്ടി സമീപനമായിരുന്നു അത്. തോൽവിക്ക് ശേഷമേ അവരുടെ മാനസിക നില മാറുന്നുണ്ടോ എന്നുള്ളതാണ്. മാനസിക നിലയും ഈ സമീപനങ്ങളും ഒക്കെ മാറുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാന. നല്ല കാര്യമാണ്, റാവു പറഞ്ഞ പോലെ വളരെ വളരെ നല്ല കാര്യം. നമുക്ക് ആവശ്യമാണ് അവർ തെറ്റുതിരുത്തി വളരെ നല്ലൊരു നിലയിലേക്ക് CPM ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ഒരു കാര്യമുള്ളത്, ഇപ്പം നാളെ വൈകുന്നേരം 4 മണിക്ക് പ്രസ് മീറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനകത്ത് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് ജനവിധിയെ മാനിക്കും വിധത്തിൽ ഇവർ പറയുമോ? ജനങ്ങൾ ഒരു മാൻഡേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ ഇവർ റെസ്പെക്ട് ചെയ്യുമോ എന്നാണ് ജനം ഉറ്റുനോക്കുന്നത്. അല്ലാതെ പിന്നെയും അതിനകത്ത് കുഴമറിയാനാണ് തീരുമാനമെങ്കിൽ അത് കുഴപ്പം. അതുകൊണ്ട്
ഞങ്ങൾ പരാജയപ്പെട്ടതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന പിഴവുകളുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജനത്തിന് അതിനെ വാല്യൂ ചെയ്യാൻ തോന്നും. അല്ലാതെ സൈദ്ധാന്തികമായി വിശദീകരിക്കാൻ പോവാ ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല, അപ്പുറത്തെ കൺസോൾട്ടേഷനാണ് പ്രശ്നം, ഇവർ വ്യാജപ്രചരണം നടത്തി, മറ്റൊരാ സംഘടനയെ കൂട്ടി എന്നൊക്കെയാണ് വിശദീകരിക്കുന്നതിൽ പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞാൽ ജനത്തിന് പിന്നെ എന്താ, ജനത്തിന്റെ ജനവിധിക്കെതിരായി വർത്താനമായി പോയി എഴുതി കാണിക്കുന്നു. ഞങ്ങൾ തോറ്റു, നിങ്ങളാണ് തോൽപ്പിച്ചത്, ഞങ്ങളത് മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് പാളിയിട്ടുണ്ട്, തിരുത്തുമെന്ന് പറയുമ്പോൾ തന്നെ പാതി പ്രശ്നം കഴിയും. അങ്ങനെ ആ ഒരു സമീപനം എടുക്കുമോ അതോ പഴയതിൽ നിൽക്കുമോ എന്നുള്ളതാണ് ഞാൻ. ഏതായാലും രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി മരുന്ന് പ്രയോഗിക്കുക എന്നുള്ളതാണ്. മരുന്ന് കൃത്യസമയത്ത് ശരിയായ മരുന്ന് പ്രയോഗിക്കുക എന്നുള്ളതാണ്. അത് പ്രയോഗിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം. സലീം കുമാറിനെ കുറിച്ച് തന്നെ പറഞ്ഞാണ് ഈ വിഷയവും തുടങ്ങുന്നത്. ഇന്നലത്തെ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലും പുറത്തും വല്ലാതെ ചർച്ചയാവുന്നുണ്ട്. സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെ മൊബൈൽ ക്യാമറകളുമായി തള്ളിക്കയറി വന്ന ആളുകളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്ന സലീം കുമാറിന്റെ മകൻ ചന്തുവിൻ്റെ ദൃശ്യം. അദ്ദേഹം ചെയ്തത് ശരിയാണോ അതോ അത്ര ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. നിഷാദ്, ക്യാമറകൾ ഇക്കാലത്ത് എല്ലായിടത്തും കാണുന്ന ഒന്നാണ്. നമ്മുടെ ഒരു അപകടം നടന്നാൽ CCTV ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആഘോഷ പരിപാടികൾ, മരണം, എവിടെ ചെന്നാലും മൊബൈൽ ക്യാമറകളുടെ ബഹളമാണ്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായ ഒരു സംഗതി നമ്മുടെ മനസ്സിലില്ല എന്ന് തോന്നും പലപ്പോഴും ഈ മരണ വീടുകളിലൊക്കെ പ്രയോഗിക്കുന്നത്. അപ്പം സലീം കുമാറിൻ്റെ ഒറ്റ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആ മകൻ അത്രത്തോളം ഒരു സ്വകാര്യത അവിടെ, ഒരു ശാന്തത ഒക്കെ അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെയൊക്കെ പെരുമാറ്റം മാറുന്നത്. അത് അടിസ്ഥാനപരമായ പ്രശ്നം വെച്ചാൽ ആളുകളുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വാല്യൂ ചെയ്യേണ്ട ഒരു സംഗതിയാണെന്നും അതിനകത്തേക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് പ്രവേശനമില്ല എന്നും മനസ്സിലാക്കുന്ന ഒരു പരിതസ്ഥിതിക്കകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അത് സലീം കുമാറിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, ഒരു ചടങ്ങിൻ്റെ സംഗതിയിലായാലും കൊള്ളാം, എവിടെയായാലും മനുഷ്യരുടെ സ്വകാര്യത ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭരണകൂടം തന്നെയും വിചാരിക്കുന്നില്ലല്ലോ മനുഷ്യരുടെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ. പൗരൻ്റെ സ്വകാര്യത ഒരു വലിയ കാര്യമാണ്. അത് നമ്മളൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പാടില്ല എന്ന്, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടം തന്നെയുള്ള നാട്ടിൽ മനുഷ്യൻ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരാളുടെ സ്വകാര്യത അത് എവിടെ വെച്ചായാലും, നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും ഇരിക്കുന്ന ആളുകളുടെ സ്വകാര്യത, അവരുടെ കംഫർട്ട് സ്പേസ് അത് പ്രധാനമാണ്. നമ്മൾ ഉറക്കെ പാട്ട് വയ്ക്കാൻ പാടില്ല, നമ്മൾ ഉറക്കയില്ല, നമ്മൾ മാത്രം കൂടി ഇരുന്ന് പാട്ട് പാടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് നമ്മുടെ ഒരു മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയാത്ത വിധം സിവിക് സെൻസ് ഇഷ്യൂ നല്ലതുപോലെ നമുക്കുണ്ട്. അത് മലയാളികൾക്കുണ്ട്, ഇന്ത്യക്കാർക്ക് ആകമാനം ഉണ്ടെന്നുള്ള പ്രശ്നമുണ്ട്. നമ്മളിവിടുന്ന് കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്കും പുറത്തേക്കും പോയിട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം മേടിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ പറയുന്ന റീൽ സംസ്കാരത്തിൻ്റെ സംഗതിയാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ സലീം കുമാർ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അത്രയും ഹൃദയവൈകാരിക ബന്ധമുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ മരണ വീട്ടിലെ എല്ലാ ദൃശ്യങ്ങൾക്കും മില്യൺസ് ഓഫ് വ്യൂ കിട്ടും എന്നറിയാവുന്ന ആൾക്കാരാണ് ഈ മൊബൈൽ ക്യാമറ കൊണ്ട് അവിടെ വരുന്ന ആളുകൾ. അതൊരു ബിസിനസ് സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഡസൻ കണക്കിന് ക്യാമറകൾ, മൊബൈൽ ക്യാമറകൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പരമാവധി റീൽ എടുക്കുക, അത് അപ്ലോഡ് ചെയ്യുക, അത് റീച്ച് ഉണ്ടാക്കുക, അത് മോണിറ്റൈസ് ചെയ്യുക, അതിൽ നിന്ന് ഡോളർ ഉണ്ടാക്കുക. അതിനുവേണ്ടി മാത്രം വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. പിന്നെ അത് ഒരു പ്രധാനപ്പെട്ട താരം മരിച്ച സ്ഥലത്തായതുകൊണ്ട് എല്ലാ സിനിമാ താരങ്ങളും വരും. അവരുടെ എല്ലാം ചിത്രങ്ങൾ എടുക്കാനും അതെല്ലാം ക്യാമറയിൽ പകർത്താനും വരുന്ന ആളുകൾ. ഇന്നലെ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സിനിമാ താരത്തിന് അദ്ദേഹം ഒരു സങ്കടഭാവത്തോടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നിട്ട് കൈ ഇതുവഴി നീട്ടി ഫ്രണ്ടിൽ വെച്ചിട്ട് രണ്ടുപേരുടെ സെൽഫി എടുക്കുക ഒരാൾ. കിട്ടിയല്ലോ എന്ന് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. വരുന്നവർക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ചില ആളുകൾ. അപ്പോൾ ഔചിത്യം എന്ന് പറയുന്ന സംഗതി അവിടെ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, അവിടെ പല ആളുകളിലും നമ്മൾ കണ്ടിട്ടില്ല. ഇത് രണ്ടാമത്തെ കാര്യം, ഈ ക്യാമറകളുടെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ അതിൻ്റെ അവസാനം സലീം കുമാറിൻ്റെ മരണത്തിൻ്റെ അദ്ദേഹത്തിന് ഗൺ സല്യൂട്ടോ മറ്റോ എന്താണ് അന്തിമോപചാരം അർപ്പിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി കൊടുക്കുമ്പോൾ അതിൻ്റെ ക്ലോസ് ഷോട്ട് കിട്ടാൻ ആളുകൾക്കിടയിലൂടെ ഇടിക്കുകയാണ് ഈ മൊബൈൽ ക്യാമറകൾ. അപ്പോൾ അതാണ് ഈ അദ്ദേഹത്തിൻ്റെ മകനെ പ്രകോപിതനാക്കിയ ഒരു ഘടകം. അപ്പോൾ ആ സംസ്കാരത്തിൽ നമ്മൾ പുറകോട്ട് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ലോ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് എന്തുമാത്രം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട് സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് കുറ്റമാണ്, നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞാലും പോലീസ് എന്തുമാത്രം അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യരുടെ ഇപ്പം ചന്തു കാണിക്കുന്ന അയാളുടെ ഒരു വൈകാരിക പ്രകടനത്തിൽ നിന്ന് ഈ മൊബൈൽ ക്യാമറ കൊണ്ട് ഇടിച്ചു ചെല്ലുന്ന ഈ ബിസിനസ് ഹൗസുകളും മനുഷ്യന്മാരും മനസ്സിലാക്കണം നമ്മൾ ഈ ചെയ്യുന്നത് അന്യായമാണ്, ഒരു കുറ്റകൃത്യമാണ് എന്ന്. രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ, ഞാൻ വേറൊരു വശം പറയുകയാണ്. ഈ സിനിമക്കാരെ സംബന്ധിച്ചും അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരും വല്ലാതെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സംഗതികളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കും. ഈ സിനിമയുടെ ഈ റീൽ പ്രൊമോഷൻ മറ്റ് സംഗതികൾ എന്നൊക്കെ പറഞ്ഞ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ഒരു എഡിറ്ററും ഇല്ലാതെ പെരുമാറുന്ന ഇത്തരം
ഈ സംവിധാനങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നില ഒരു ഘട്ടത്തിൽ ഒരു വശത്ത് സിനിമക്കാരും എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയും. ഇപ്പം മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ, പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് പോകുന്ന കണ്ടന്റിനെ കുറിച്ചോ അവർ ചെയ്യുന്ന അന്യായത്തെക്കുറിച്ചോ എല്ലാം ചോദിക്കാനുള്ള ആളുണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം ഉത്തരം പറയാൻ ഇവിടെ എഡിറ്ററുണ്ട്. മറ്റേതൊന്നുമില്ല. അത്തരം ഒരു നിലയ്ക്കുമുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ സംഘത്തെ ഒരർത്ഥത്തിൽ കടത്തി പറഞ്ഞാൽ വഷളൻ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തുമാത്രം എടുത്തിട്ടുണ്ടോ എന്ന് സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ആൾക്കാരും ചിന്തിക്കേണ്ടതാണ്. ഇറസ്പോൺസിബിളായ ആളുകൾ മുഖം മറച്ചും മാസ്ക് വെച്ചും ക്യാപ്പ് വെച്ചും ഒക്കെ വന്നാണ് പലരുടെയും വീഡിയോ എടുക്കുന്നത്. മോശം ആംഗിളുകൾ എടുത്തിട്ട് അവയെല്ലാം മോശം ക്യാപ്ഷൻ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അകറ്റി നിർത്താനുള്ള തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന്, നിങ്ങൾ അവർക്ക് പ്രോമിനൻസ് കൊടുക്കുകയും അവർക്ക് പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യുന്ന നിലപാട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളും ആലോചിക്കേണ്ട സമയമാണ്. കാരണം എന്താണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്നതിൻ്റെ വേദന പോലും മനസ്സിലാക്കാതെ അവിടെയും തള്ളിക്കയറി വന്നിരിക്കുന്നു. ഏത് നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സെലിബ്രേഷൻ മൊമെൻറ്റുകളെ ആഘോഷമാക്കിയവർ ഇവിടെയും വന്നിരിക്കണം. അവർക്കെല്ലാം ഒരേപോലത്തെ വിഷ്വൽസാണ്. സോ അതുകൊണ്ട് അത്തരം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകണമെന്ന് ചലച്ചിത്ര മേഖലയും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ ഒരു കെടുതിയാണ്, ഈ കാലത്തിൻ്റെ ഒരു കെടുതിയാണ്. അതാ ഞാൻ പറയാം. അതായത് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ സ്പേസിനെ ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാനിരിക്കുന്ന ആളുകൾ, അതിനകത്ത് വ്യൂ ഉണ്ടാക്കാനിരിക്കുന്ന ആളുകളുടെ ഈ പുറപ്പാട്, അതിനെ ഒരു മനുഷ്യൻ ചെറുക്കാൻ തയ്യാറായി വന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ആളുകൾ അതിനെതിരായിട്ട് ശബ്ദിക്കാൻ തക്ക കഴിയുന്ന ആളുകളായിട്ട് ഉയർന്നു വരട്ടെ. അപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് പിന്മാറേണ്ടി വരുമായിരിക്കും. സാറേ, ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരാണ്. പക്ഷേ ഇതിനെ എങ്ങനെ തടുക്കാൻ സാധിക്കും? എന്തെങ്കിലും ഒരു മാർഗ്ഗം ഇതിനുണ്ടോ? അല്ല, നമ്മളിപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇപ്പോൾ BNS പ്രകാരം 66E ആണ് ആ വകുപ്പ്. അത് സ്വകാര്യതയെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികൾക്കെതിരായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട്. അതിൻ്റെ പേരിൽ നിയമ നടപടിയിലേക്ക് പോകാം എന്ന് ഈ വന്നിരിക്കുന്ന ആളുകൾക്കൊന്നും യാതൊരു താല്പര്യം. നമ്മളൊരു നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്മൾ പോകണം, ഏത് ഭാഗത്തുകൂടി നമ്മൾ ഓവർടേക്ക് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു തോന്നലും കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ടല്ലോ. അത് സാധാരണ വളരെ കോമൺ നോളജാണല്ലോ. അത്തരത്തിലുള്ളൊരു കോമൺ നോളജിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചാൽ ഏത് പരിധിവരെ നമുക്ക് പോകാം, എങ്ങനെ പെരുമാറാം എന്നുള്ളതിനെക്കുറിച്ച് അത് നിയമപരമായി തന്നെ നമ്മൾ അങ്ങനെ മാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കേവലം സിവിക് സെൻസ് മാത്രമല്ല, അതും കൂടി ഉണ്ട് എന്നൊരു തോന്നലിലേക്ക് ഇവർക്ക് എത്തിയേ മതിയാവുള്ളൂ. ഇവിടെ വളരെ കൃത്യമായി അത് റാവു പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് തരത്തിലും. ഒന്ന്, നമ്മൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എന്ന് പറയും വിഷ്വൽസ്, ഏതെങ്കിലും തരത്തിലുള്ള വിഷ്വൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു കമേഴ്ഷ്യൽ വാല്യൂ കൂടി ആഡ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്, അല്ലേ? ഏത് തരത്തിലുള്ള വിഷ്വൽ നിങ്ങൾ എന്തെടുത്തു കഴിഞ്ഞാലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡോളർ കിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നതിന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ അതിനകത്ത് ഒരു ഡെക്കോറം കൊണ്ടുവരണം എന്നത് സംബന്ധിച്ച് നിയമപരമായും അല്ലാതെയും ഒക്കെയുള്ള ചില ആലോചനകൾ ആവശ്യമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് നടത്തിപ്പുകാർക്ക് അതിനകത്തൊരു റോളുണ്ട്. ഈ നിയമം വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല, ആ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി. ഇപ്പോൾ ചന്തു അവിടെ ആ പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതേ കണ്ടുള്ളൂ. മറ്റൊരു അവസരത്തിൽ ചിലപ്പോൾ അതൊരു സംഘർഷത്തിലേക്ക് വരെ പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോയിക്കൂടാകില്ല. ഈ പറഞ്ഞതുപോലെ അവിടെ വരുന്ന ആളുകൾ മുഴുവൻ സലിം കുമാറിനെ സ്നേഹിക്കുന്നവരും ആദരാഞ്ജലികൾ വളരെ ആത്മാർത്ഥമായി ആദരമർപ്പിക്കാൻ വരുന്നവരും മാത്രമൊന്നുമില്ല. ഈ വരുന്ന താരങ്ങളെ കാണാൻ, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക പല തരത്തിലുള്ള ഷോർട്സ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ നോക്കൂ, ഈ വരുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ധാരാളം ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകളിൽ സലിം കുമാറിനെ അവസാനം കാണാൻ വരുന്ന പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷോർട്സ്, അല്ലെങ്കിൽ വേറെ ഇത് മാത്രമാണ്. അല്ലാതെ സലിം കുമാറിനോടുള്ള വലിയ സ്നേഹവും ആദരവും മാത്രമല്ല, അതിനു വേണ്ടി കൂടി. അപ്പോൾ ഇത് ചൂഷണവും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ആ ചൂഷണം കൂടി നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ഒരു ജാഗ്രത ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ വളരെ പ്രധാനമാണ്. ഈ ഫിലിം പ്രൊമോഷനിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ള ഒരുപാട് സംഗതികൾ, അവിടെ വരുന്ന എന്തും ഫിലിം പ്രൊമോഷൻ്റെ ഇതിൽ നടക്കുന്ന എന്തും, അത് ഫിലിം പ്രൊമോഷൻ മാത്രമല്ല കേട്ടോ. ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് ചില ചാനലുകൾ ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് പോലും സമാനമായ രീതിയിൽ പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഇപ്പോൾ വന്നു തുടങ്ങി. രാഷ്ട്രീയക്കാർ എല്ലാവരും ഒരുതരം അത് ചില കിളികളുടെ പേരുള്ള യൂട്യൂബ് ചാനലുകൾ, അത് തന്നെ കിളികളുടെ പേരുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ അവരെ ക്ഷണിച്ചു വരുത്തിയിട്ടാണല്ലോ ഇത് പലരും ചെയ്യുന്നത്.
അതും കൂടി കാണണോ? രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ അവരെ ക്ഷണിച്ചു വരുത്തുന്നു, എന്നിട്ട് അങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് അതേ ആൾക്കാർ ഇവരിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരണ സ്ഥലത്ത് പോയിട്ട് അതേപോലെ ബിഹേവ് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നം. അപ്പോൾ ആ ഒരു സംഗതികൾ നമ്മൾ കാണണം. ഈ പറയുന്ന എല്ലായിടത്തേക്കും കല്യാണമാകട്ടെ, മറ്റെന്തെങ്കിലും പിന്നെ പരിപാടിയാവട്ടെ, മരണമാകട്ടെ, ഇത്തരം ക്രൗഡ് ഉൾപ്പെടുന്ന ഏത് സന്ദർഭത്തിലും വന്ന് ഇത്തരം വിഷ്വൽസ് എടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ പരമാവധി ദുരുപയോഗപ്പെടുത്തുകയും ചൂഷണം ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതിക്ക് എങ്ങനെ അതിനെ മാറ്റിക്കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ വളരെ ഗൗരവമായ ആലോചന ആവശ്യമാണ്. സാജു, ഇതിലിപ്പോൾ പഴി കേൾക്കുന്നത് മൊത്തം മീഡിയ ഒന്നാകെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല, മീഡിയ ഒന്നാകെയാണ്. കാരണം എല്ലാവരും പറയുന്നത് മാധ്യമങ്ങൾ എന്ന കൂട്ടത്തിൽ പെടുത്തി ഇവരെ ആളുകൾ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സ്വയം വിമർശനാത്മകമായും നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ എന്ന്. തീർച്ചയായും. ഇവിടെ നിന്ന് ഈ ഓൺലൈനുകൾ മാത്രമാണോ അതോ മൊബൈലുകളുമായിട്ട് വരുന്നവർ മാത്രമാണോ ഇത്തരം പരിസരബോധമില്ലാതെ പെരുമാറുന്നതെന്ന ചോദ്യമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടി വീഴ്ചകൾ പറ്റിയിട്ടുള്ള സന്ദർഭങ്ങൾ വളരെയധികമുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവരും കച്ചവടവൽക്കരണം അല്ല കച്ചവട സാധ്യതകൾ എന്നാണ്. കണ്ണീര് വിൽക്കാനുള്ള ഒരു വലിയ ഉപാധിയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സങ്കടം പകർത്തിയെടുത്ത് എനിക്ക് ഡോളർ സമ്പാദിക്കാം എന്ന് തീരുമാനിച്ച് ഒരു കൂട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തെളിയിക്കുന്നത്. ഇന്നലെ ചന്തു ചൂടാകുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ തന്നെ തട്ടിക്കയറി നമുക്ക് കാണുന്നു. മാറി നിൽക്ക് എന്നൊക്കെ കെ.സി. വേണുഗോപാൽ വന്ന സമയത്ത് ആളുകളോട് പറയുന്നുണ്ട്. കാരണം അപ്പോൾ ആ സമയത്തും ആളുകൾ സന്ദർഭം കൂടിയുണ്ട്. വി.ഡി. സതീശൻ കയറി വരുന്ന സമയത്ത് വി.ഡി. സതീശന് ഹാരമണിയിക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. മരിച്ച വീട്ടിലെ ഹാരമണി. അപ്പം വി.ഡി. സതീശനെ തട്ടി മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഔചിത്യബോധമില്ലാതെ എത്ര ആളുകളാണ് അവിടെ. ഇത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെ നമുക്ക് പരിസരബോധത്തോടു കൂടി പെരുമാറുക എന്നുള്ളത്. എല്ലാത്തിനും ഒരു പ്രോട്ടോക്കോൾ കൊണ്ടുവന്നിട്ട് സർക്കാരിന് ഇത് തടയാനൊന്നും കഴിയില്ല. പക്ഷേ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം നമ്മൾ നടത്തുന്ന പണി എന്താണ് എന്ന് ആദ്യം ആലോചിക്കണം. അതിനനുസരിച്ച് നമ്മുടെ കവറേജ് സംവിധാനങ്ങളെ കൂടി പുനരാലോചിക്കേണ്ട ഘട്ടമുണ്ട്. ഇന്നലെ അവിടെ എന്തെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ടൗൺ ഹാളിലൊക്കെ മാധ്യമങ്ങൾക്ക് പ്രത്യേക സ്ഥലമൊക്കെ ക്രമീകരിച്ചിരുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടെ പോലീസിന് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരുക്കുകയോ ഒന്നും സാധ്യമല്ല. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലം വരെ മാത്രം പ്രവേശനം അനുവദിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ മാധ്യമങ്ങൾക്കായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ മൊബൈൽ ഫോണുമായി വരുന്ന മനുഷ്യരെ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെ ഇവരെ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ മനുഷ്യൻ സ്വയം മറക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ സ്വയം മറന്നു പോകുന്നതുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ സ്വകാര്യത മാനിക്കാതെ, അവൻ്റെ വിഷമങ്ങൾ മാനിക്കാതെ കടന്നു ചെല്ലുന്ന ആ കുടുംബത്തെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും ഇന്നലത്തെ സന്ദർഭം. അങ്ങനെ ഒരു മകൻ പൊട്ടിത്തെറിക്കണമെങ്കിൽ. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ എന്ത് കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്ത് നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ നമുക്കും റോളുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളുടെയും പല ഭാഗത്ത് ഇപ്പം ചാനലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പല ചാനലുകളും ഒരു സ്ഥലത്ത് ഒരുപാട് യൂണിറ്റുകൾ വിന്യസിക്കുന്ന അല്ല മാത്രമല്ല മുഖ്യധാരാ ചാനലുകളും ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള ഒരു സ്വഭാവ വ്യത്യാസവും കുറഞ്ഞു വരികയാണ്. അതിർവരമ്പ് ഇല്ലാതായി കൊണ്ടുവരുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ മുഖ്യധാരാ മാധ്യമങ്ങളെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനത്തെ നമ്മൾ അംഗീകരിക്കുകയും മുഖവിലേക്കെടുക്കുകയും നമ്മളെ കൊണ്ട് തിരുത്താൻ കഴിയുന്നത് തിരുത്തുമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാവും നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ കൈവെക്കാൻ തുടങ്ങും താമസിയാതെ. യെസ്, ഏതായാലും ഔചിത്യബോധം അത് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് ഉണ്ടാവട്ടെ. അത് മാധ്യമങ്ങൾക്കായാലും ഓൺലൈൻ മീഡിയക്കായാലും സ്വന്തം ചാനലായി സ്വന്തം സ്ഥാപനമാണ് എന്ന് കരുതുന്നവർക്കും അങ്ങനെ ഉണ്ടാവട്ടെ. വീണ്ടും സലീം കുമാറിനെ കുറിച്ച് തന്നെ പറയട്ടെ. മീശ മാധവനിലെ മുകുന്ദൻ ഉണ്ണി വക്കീൽ പറഞ്ഞ പോലെ വോട്ടർമാർ ഇപ്പോൾ ചോദിക്കുന്നത് നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്നാണ്. KSRTC ബസ്സിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ UDF സർക്കാർ സൗജന്യം ഓർഡിനറിയിൽ മാത്രം എന്നാണ് ഇപ്പോൾ പറയുന്നത്. 100 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം പദ്ധതിയിൽ മാറ്റം വേണമോ എന്ന് ആലോചിക്കുകയും ചെയ്യും. സാജു, ഓർഡിനറി ബസ്സിൽ മാത്രം എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ ഓർഡിനറി ബസ്സിൽ മാത്രം എന്ന് വെക്കുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കാരണം പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഒരു പ്രശ്നം വല്ലാതെയുണ്ട്. ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ദീർഘദൂര ബസ്സുകളിൽ ഉണ്ടെങ്കിലേ അല്പമെങ്കിലും മലബാറിലുള്ളവർക്ക് ആ സൗജന്യത്തിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇനി 100 ദിവസം കഴിഞ്ഞിട്ട് ഈ ഓർഡിനറിയും വേണ്ട എന്ന് തീരുമാനിക്കുമോ അതോ മറ്റു ബസ്സുകളിലേക്ക് വരുമോ? എന്താണ് സാധ്യത? ഈ നമ്മുടേതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആയതുകൊണ്ട്
സൗജന്യമൊക്കെ വാരിക്കോരി കൊടുത്താൽ മാത്രമേ ഇപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലയിലേക്ക് എത്തി. കാരണം അത് നമ്മൾ ഈ കിറ്റ് രാഷ്ട്രീയവും ഒക്കെ കണ്ടുപോയതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഒരു സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി നടത്തിയ വലിയ പ്രഖ്യാപനമായിരുന്നു. അതിന് കർണാടക മോഡലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജനം വിശ്വസിക്കുകയും ചെയ്തു. ജനം ആരും ഇത് ഓർഡിനറിയിൽ മാത്രമാണ് എന്ന് വിശ്വസിച്ചിട്ട് അല്ലായിരുന്നു ആ ഘട്ടത്തിൽ ഏതായാലും മുന്നോട്ട് പോയിട്ടുള്ളത്. ജനം വിചാരിച്ചിരുന്നത് സ്ത്രീകൾക്ക് ബസ്സിൽ എവിടെ കയറിയാലും, KSRTC ബസ്സിൽ എവിടെ കയറിയാലും സൗജന്യമായി യാത്ര ചെയ്ത് പോകാം എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ കാര്യത്തോടടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് KSRTCയെ തന്നെ തകർത്ത് കളയും ഇത് മര്യാദയ്ക്ക് പ്ലാൻ ചെയ്തില്ലെങ്കിൽ എന്നുള്ളത്. കാരണം സർക്കാർ ഇങ്ങനെ കൃത്യം ഖജനാവിൽ നിന്നും ഇതിനു വേണ്ടി ചെലവാകുന്ന പൈസ കൊടുത്തുകൊണ്ടിരുന്നാൽ, ആ പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസം കൊടുക്കുന്ന 100 കോടി രൂപയ്ക്ക് പുറമെ ബജറ്റിൽ സാധാരണഗതിയിൽ വകമാറ്റി വെക്കാവുന്ന 1000-1500 കോടിക്ക് പുറമെയാണ് ഈ കൃത്യം എല്ലാ മാസവും. ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ ഏതാണ്ട് 57 കോടി രൂപ മുതൽ 60 കോടി രൂപ വരെയും പ്രതിമാസം KSRTCക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ മുടങ്ങിപ്പോയാൽ അന്നത് KSRTCയുടെ താളം തെറ്റിക്കും. നമ്മുടെ KSRTC ഇപ്പോൾ പോകുന്നതിനേക്കാൾ ദുർബലമായ അവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം KSRTCയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൻ്റെ പകുതി ഇല്ലാതാകുകയാണ്. സ്വന്തം നിലയ്ക്ക് നിൽക്കാൻ ശേഷിയില്ലാത്തൊരു കോർപ്പറേഷനാണ് അത് എന്ന നിലയ്ക്ക് ഈ പ്രശ്നമുണ്ട്. ഇനി പ്രതിവർഷം ഏതാണ്ട് 700 കോടി രൂപയിലധികമാണ് ഇത്തരത്തിൽ സർക്കാർ KSRTCക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരിക. ഇനിയിപ്പോൾ 100 ദിവസം പഠിക്കുന്നു, 2ാം ഘട്ടം നടപ്പിൽ ഇത് വിജയകരമാണ്, 2ാം ഘട്ടം നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സിറ്റി വിട്ട് ഒരു ഫാസ്റ്റ് പാസഞ്ചറിലേക്കും ഒക്കെ കൂടി പോയി കഴിഞ്ഞാൽ 65 കോടി രൂപയായി ഈ തുക ഉയരും, സർക്കാർ കൊടുക്കേണ്ട തുക. പിന്നെ അത് സൂപ്പർ ഫാസ്റ്റിലേക്ക് പോയാൽ 90 കോടി രൂപയായി ഉയരും. ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ സർക്കാരിന് കഴിയുമോ? ഇപ്പം നമ്മൾ കേട്ടത് ഇന്ന് സർക്കാരിന് കീഴിലുള്ള KFC ഇന്ന് ചെറിയ തുക ചെറിയ പലിശയ്ക്ക് വായ്പയായി തുക കൊടുക്കുമെന്ന്. KSRTCയെ സംബന്ധിച്ച് നമുക്കറിയാം ഇത് കടത്തിന്മേൽ കടക്കെണിയിലുള്ള സ്ഥാപനമാണ്. അവിടെ ഇനി വായ്പ എന്ന ബാധ്യത കൂടി അതിന് താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇത് എത്രമാത്രം ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയും? ഇനി നടപ്പാക്കുമ്പോൾ അതിലൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം നേരത്തെ ഉന്നയിക്കപ്പെട്ടതുപോലെ വരാൻ പാടില്ല. കാരണം മലബാർ മേഖലയിൽ സ്വകാര്യ ബസ്സുകളുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ KSRTCക്ക് ഓർഡിനറി സർവീസുകൾ നാമമാത്രമാണ്. അപ്പോൾ ഒരു ജനത്തിന് സൗജന്യം വെൽഫെയർ എന്ന പേരിൽ നൽകുമ്പോൾ അത് എല്ലായിടത്തുമുള്ള സ്ത്രീകൾക്ക് കിട്ടണം. എവിടെയെങ്കിലുമുള്ള ആളുകൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. പിന്നെ മിനിമം ഫാസ്റ്റ് പാസഞ്ചർ എങ്കിലും ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിലേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകളടക്കമുള്ളവർക്കാണല്ലോ ഇത് ഉപകാരപ്പെടേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ഗുണം തുലവും ലഭിക്കുക തുച്ഛമായിരിക്കും. അപ്പോഴും ജനങ്ങളുടെ അതൃപ്തി ഈ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ദീർഘകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ KSRTCക്ക് ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ ഇപ്പോഴുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയായി ഉയർത്തിയെങ്കിൽ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വതവേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി തിരിച്ചടികളിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അധിക ബാധ്യതയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത്. പ്രൊഫസർ, ഇതിപ്പം ധവളപത്രമൊക്കെ ഇറക്കിയതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഈ പദ്ധതിയിൽ ഇപ്പം തീരുമാനം വരുന്നത്. അപ്പോൾ ഇങ്ങനെ കടം കയറിയ ഒരു സംസ്ഥാനത്ത് ഏത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സൗജന്യം കൊടുക്കാൻ സാധിക്കുക? അവിടെ വളരെ ശരിയായ ചോദ്യം. ഞാൻ പറയുന്നത് ഇപ്പം ധവളപത്രം ഇറക്കുക എന്ന് പറയുന്നത് നമ്മളാരും ചെയ്ത ഒരു കാര്യമല്ല. അത് ആവശ്യമാണ് എന്ന് UDF സർക്കാർ മനസ്സിലാക്കുകയും അതിനനുസരിച്ചാണല്ലോ എല്ലാ സംഗതികൾ. അത് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനുള്ളൊരു മാർഗമായിട്ട് അവർ കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും നമ്മൾ കടക്കെണിയിലാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ, അവിടെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ വേണ്ടി അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി പാടെ ഇല്ലാതാവും. പകരം അവസ്ഥ ഇതാവുമ്പോൾ എന്താണ് നമ്മൾ ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ പോളിസി ചേഞ്ച് എന്നുള്ളൊരു സാധനത്തിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക നയപരമായ സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്ന കഴിഞ്ഞ 10 വർഷത്തിന് ബദലായി ചില കാര്യങ്ങളിൽ വളരെ റിസ്കി ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് വരാൻ പോകുന്നത് എന്നത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ധവളപത്രം എന്നത് UDF കണ്ടത്. ഇനി ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം വർക്കൗട്ട് ചെയ്യപ്പെടുന്നത് ആ നിലയിലായിരിക്കും. KSRTCയിൽ ഈ സൗജന്യ യാത്ര അത് എത്ര ചെറിയ നിലക്ക്, ഇപ്പോൾ സാജു പറഞ്ഞല്ലോ ഇത് കാര്യമായ ആളുകൾക്ക് ഉപയോഗപ്പെടില്ല. ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഒരു ചെറിയ ശതമാനം ആളുകൾക്കാണ് ഉപയോഗപ്പെടുന്നത് എന്നാൽ പോലും അതും
ഉപയോഗം തന്നെയായിരിക്കും. അവരുടെ മനസ്സിൽ അത് നിൽക്കും, അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഇപ്പോൾ ഓർഡിനറി ബസ്സുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഓർഡിനറി ബസ്സുകൾ ധാരാളമുണ്ട്. അത് ആ മേഖലയിലുള്ള ആളുകളെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ മത്സ്യ വിൽപ്പനക്കാർ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പച്ചക്കറി എന്ന് വെച്ചാൽ അങ്ങനെ വന്നു പോകും, നഗരത്തെ ആശ്രയിച്ച് പിന്നെ വിൽപ്പനയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് വന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരം ആവും. അത് പിന്നെ പരിശോധിക്കട്ടെ, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതും അതിനേക്ക് മുകളിൽ പോയാൽ പോലും സാമ്പത്തികമായ ഒരു എന്താ പറയുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് പൊളിച്ചെടുക്കുന്നതിലൂടെ ചിലപ്പോൾ ഒരു കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യം തന്നെയാണ്. പെൻഷൻ പ്രായം 60 ആക്കാനുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കുറേ മാറ്റങ്ങൾക്ക് ഉള്ള ഒരു സാധ്യതയുണ്ട്. അത് KSRTCയിൽ ഉൾപ്പെടെ ബാധകമാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചെറിയ സാമ്പത്തികമായ ചില വ്യത്യാസങ്ങൾ അതിനകത്ത് വരാൻ പോകും. അപ്പോൾ അതുൾപ്പെടെ ഒരു പ്ലാൻ ഇവർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത്. കാരണം സതീശൻ അത് പറയുന്ന സമയത്ത് സതീശൻ ഓൾറെഡി ധനവകുപ്പ് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും കൂടി ചെയ്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ അതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പരാജയപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് അത് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്ത വാഗ്ദാനം വെച്ച് അത് പോരാ. പക്ഷേ ഒരു തുടക്കം എന്ന നിലയിൽ അതെങ്കിലും അവർ ചെയ്തു തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യവുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നതേ, അതായത് ഇപ്പം സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ KSRTC പോലെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിന് അത് എന്തുമാത്രം വലിയ ഭാരമാകും, ഗവൺമെന്റ് ഇത് റൺ ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി മികച്ച തീരുമാനമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഈ പരിപാടി. കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടുതൽ ഗവൺമെൻറ് ഇടപെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്താണ്, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൂടിയും ഒരു തൊഴിൽ തേടി യാത്ര ചെയ്യാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഉണ്ടാവുക, കയ്യിൽ യാത്ര ചെയ്യാനുള്ള പണമില്ലെങ്കിൽ കൂടിയും പഠിക്കാൻ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക. ഇനി കയ്യിൽ കുറച്ച് പണമുണ്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അതിന് പൈസ കൊടുക്കേണ്ടാത്തത് കൊണ്ട് മിച്ചം വയ്ക്കാൻ കഴിയുക. അല്ലെങ്കിൽ മീൻ വിൽക്കാൻ പോകുന്ന ഒരാൾ, അവർക്ക് ഈ ബസ്സിൽ കയറി പോകണമായിരുന്നു എങ്കിൽ ആ ബസ്സിലെ കൂലി അവർക്ക് മിച്ചം വയ്ക്കാൻ കഴിയുന്നെങ്കിൽ അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുക, സുരക്ഷ വർദ്ധിപ്പിക്കാൻ കഴിയുക. ഒരു സ്ഥലത്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് വണ്ടിയിൽ കയറി പോകാൻ നിവൃത്തിയില്ല, നടക്കാൻ തീരുമാനിക്കുന്നു. അതേസമയം ഒരു പൊതു ബസ് വരുമ്പോൾ അതിൽ പൈസ കൊടുക്കാതെ പോയി അപ്പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ആ ബസ്സിൽ കയറി പോകാൻ കഴിയുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ സൂക്ഷ്മമായിട്ട് തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. യെസ്, അതാണ്, അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഇമ്പാക്റ്റ് അതിനുണ്ട്. അപ്പോൾ നമ്മളതിനെ KSRTCക്ക് ഒരു നഷ്ടമുണ്ട്. ഗവൺമെൻറ് പലതരത്തിലുള്ള രാഷ്ട്രീയ നവീകരണ പ്രക്രിയകളിൽ, സാമൂഹിക നവോത്ഥാന പരിപാടികൾ, നവീകരണ പദ്ധതികൾ എന്ന് പറയുമ്പോൾ അതിനതിൻ്റെതായ ചിലവുണ്ടാവും. ചിലപ്പോൾ ഇത്തവണ ചിലപ്പം KSRTC ആയിരിക്കും അത് വഹിക്കേണ്ടി വരിക. പക്ഷേ അതിനകത്ത് വളരെ പൊളിറ്റിക്കലായ ഒരു സംഗതിയുണ്ട്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവരിപ്പോഴും ഏതാണ്ട് നല്ല ശതമാനം സ്ത്രീകൾ ആരെ ആശ്രയിക്കുന്നുണ്ട്. പൂർണ്ണമായും അവർ തൊഴിൽ രംഗത്തേക്കോ അല്ലെങ്കിൽ സമ്പാദ്യത്തിലേക്കോ പൂർണ്ണമായും വന്നിട്ടില്ലാത്തവരാണ്, പൂർണ്ണമായും. പക്ഷേ ഇപ്പോഴതിൻ്റെ ഒരു റേഷ്യോ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള മനുഷ്യർ ഇപ്പോഴും ഈ പറഞ്ഞ ആണുങ്ങളെ ആശ്രയിച്ച് മാത്രം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, പഠന സ്വാതന്ത്ര്യം, അതിൻ്റെ അപ്പുറം സെക്യൂരിറ്റി, ഇതെല്ലാം കിടക്കുകയാണ്. അതിനെല്ലാം മാറ്റിമറിക്കാൻ കഴിയും വിധത്തിൽ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ, സുരക്ഷിതമായി യാത്ര ചെയ്യൂ, പണം ചിലവാക്കാതെ. പൊതുഗതാഗത സംവിധാനത്തിലേക്ക് കടന്നു വരൂ, സുരക്ഷിതമായി നിങ്ങൾ ഒരു പൈസയും ചിലവാക്കാതെ പഠിക്കാൻ പോകൂ, ജോലിക്ക് പോകൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ കയറുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചിലവിൻ്റെ ലാഭം, ഇപ്പോൾ നോക്കൂ, ആളുകൾക്ക് പലതരത്തിലും അവരുടെ ബിസിനസ്സിനെല്ലാം ബാധിക്കുന്ന തരത്തിൽ എക്കണോമി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിക്കൂലി ലാഭിക്കാൻ കഴിയും. സോ അതുണ്ടാക്കുന്ന എൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും എന്ന് ഞാൻ കാണുന്നു. സോ അതുകൊണ്ട് അതിനകത്ത് എനിക്ക് കുറച്ച് നഷ്ടം ഉണ്ടായാലും ഗവൺമെൻറ് അതിനകത്ത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തരാവട്ടെ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്, നേരത്തെ സാജു പറഞ്ഞില്ലേ, സ്റ്റേറ്റിനെ നമുക്ക് ആ നിലയ്ക്ക് നവീകരിക്കണമെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവരലും ചിലവുണ്ടാവും. ആ ചിലവ് നമ്മൾ കണ്ടെത്തണം. അതിനാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. കഴിഞ്ഞ സർക്കാരിനെ കുറിച്ച് VD സതീശൻ പറഞ്ഞത് അതിന് മാനേജ്മെൻറ്റ് മൊത്തം പാളിപ്പോയെന്നാണ്. നല്ല മാനേജ്മെൻറ്റിലൂടെ പണം കണ്ടെത്തി ഈ പരിപാടി നടത്തട്ടെ. അത് കേവലമായിട്ടുള്ള ഒരു ഫ്രീ ബീസ് ആയിട്ടില്ല ഞാൻ കാണുന്നത്. അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ സോ ആ പരിപാടി വിജയിക്കട്ടെ എന്ന് ആശിക്കുന്നു ഞാൻ. യെസ്, നമുക്കങ്ങനെ എല്ലാവർക്കും ആശിക്കാം. 15-ാം തീയതി മുതൽ ഓർഡിനറി ബസ്സുകളിൽ, KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കും. അതിനുശേഷം അത് 100 ദിവസം വരെ തുടരും. 100 ദിവസത്തിന് ശേഷം ഈ പദ്ധതി തുടരണമോ അതോ കൂടുതൽ ബസ്സുകളിലേക്ക് അത് വ്യാപിപ്പിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം DYFI നേതാവ് റിബേഷ് കൃഷ്ണനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. വേറെയും ചില ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ അന്വേഷണത്തിലൂടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ള വലിയ ലക്ഷ്യമാണുള്ളത്. എന്താണ് കാഫിർ സ്ക്രീൻഷോട്ടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഉറവിടം കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ആരും. അതിലേക്ക് എത്തുമോ ഈ അന്വേഷണം? റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന പോയിന്റിലെത്തി നിൽക്കുമായിരുന്നല്ലോ.
ആ പോയിന്റ് കഴിഞ്ഞും സഞ്ചരിക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തെ വിളിച്ചു വരുത്താം, ചോദ്യം ചെയ്യാം, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കാം. അദ്ദേഹം അത് പറയാൻ സന്നദ്ധനാവുന്നു. അദ്ദേഹം അത് വടകര സ്ക്വാഡിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. ഇനി വടകര സ്ക്വാഡിൻ്റെ അഡ്മിനെ ചോദ്യം ചെയ്യുക ഈസി ആയിട്ട് പോകാൻ കഴിയുന്നൊരു സംഗതി എന്തേ റിബേഷ് രാമകൃഷ്ണനിൽ പോയി നിന്നെന്നുള്ള കൗതുകവും അത്ഭുതവും നമുക്കിപ്പോൾ തോന്നുന്നില്ലേ? അപ്പോൾ അതിനകത്തൊരു കാര്യമുള്ളത്, അതിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ CPIM ആഗ്രഹിച്ചിട്ടില്ല, ലെഫ്റ്റ് ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാ കാര്യത്തിലും തിരുത്താനും ഏറ്റുപറയാനും ഒക്കെയുള്ള ഒരു പ്രോസസ്സിലേക്ക് ചെയ്യാൻ പോകുന്ന സർക്കാരിനെ അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് വലിയ ബാധ്യമാകാൻ പോകുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണോ സംഭവിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് ഇവർ ഭയങ്കരമായി വികസിപ്പിച്ചിരുന്നു. അതിൻ്റെ പേരിൽ വടകരയിൽ വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു. അവിടെ DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം എന്ന് പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഷാഫിയെ വിളിക്കുന്നു. ആ ഷാഫിയെ അന്ന് വിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഷാഫി കടുത്ത വർഗീയവാദിയാണെന്നുള്ള ആക്ഷേപം, വംശീയമായ വെറി അദ്ദേഹത്തിനെതിരെ വ്യാപകമായി ഇപ്പോഴും പ്രസരിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഷാഫി വർഗീയവാദിയാണ്, ഷാഫി വന്ന് മലബാർ വർഗീയവൽക്കരിക്കപ്പെട്ടു, ഷാഫി വർഗീയത ഉപയോഗിച്ചാണ് ജയിക്കുന്നത്, ഷാഫിയുടെ വർഗീയത കൊണ്ടാണ് അയാൾ പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ വ്യാജവും വംശീയതയും അയാൾക്കെതിരെ ചൊരിയുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളൊന്നായി പ്രവർത്തിച്ചത് ഈ സംഗതിയാണ്. അതിൻ്റെ പേര് അതിനെ CPIM തന്നെ ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചതാണ്. ഇപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള സൂചനകൾ കിട്ടുകയാണ്. CPM-നെ സംബന്ധിച്ച് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു അധ്യായമാണ് നേരത്തെ തന്നെയും. കാരണം അത് ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്. കാരണം കാഫർ സ്ക്രീൻഷോട്ട് വന്നത് എവിടെ നിന്നാണ് എന്ന പോയിന്റ് ടെക്നിക്കലി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും CPM അതിൽ തന്നെ പ്രതിരോധത്തിലാണെന്നും അവർക്ക് പാളയത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും വിചാരിക്കുന്നവരാണ് കേരളത്തിൽ പത്രം വായിക്കുകയും TV കാണുകയും ചെയ്യുന്ന ആൾക്കാർ. ഓൾറെഡി അതിൻ്റെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ഇനി എവിടെ എത്തുന്നത് മാത്രമേ നമ്മൾ നോക്കാനുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അത് എന്ത് ചെയ്ത് വെച്ചിരുന്നതാണ്, അട്ടിമറിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഡൗൺ പ്ലേ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അന്വേഷണം റീസ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് എവിടേക്ക് എത്തുമെന്ന് നോക്കാം. സാജു, ഈ അന്വേഷണ സംഘത്തെക്കുറിച്ച് ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു CPM അനുകൂല പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെ ഉള്ള ഈ അത്തരം ആക്ഷേപങ്ങളൊക്കെ നിൽക്കെ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കടന്നിട്ടുണ്ട്. കാരണം റിബേഷ് രാമകൃഷ്ണനിൽ നിന്നും അത് വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് റിബേഷിന് കിട്ടിയത് എന്നിടത്തേക്ക് എത്തി. അതിനകത്തുണ്ടായിരുന്ന ജിതിൻ എന്നയാളും കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്തു. അതിനകത്തും ജിതിൻ DYFI ബന്ധമുള്ള ആളാണ് എന്നും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അത് എങ്ങോട്ടൊക്കെ പോയി നോക്കി അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ ആയ കണ്ണൂർ സ്വദേശി മനീഷ്, റെഡ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത അമൽറാം എന്നിവരെയും ഇന്ന് SIT ചോദ്യം ചെയ്തു. അപ്പോൾ SIT മറ്റൊരു ഘട്ടത്തിലേക്ക് ഇത് കടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഇതൊരു ഭയങ്കരമായ ബ്രേക്ക് ത്രൂ ആണ് എന്നൊന്നും ഈ അന്വേഷണത്തെ കരുതുന്നില്ല. കാരണം 2 വർഷം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഉണ്ടാക്കിയ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സിസ്റ്റമോ ഒക്കെ നശിപ്പിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഉറവിടത്തിലേക്ക് എത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരിക്കും ഈ അന്വേഷണ സംഘത്തെ. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടെത്തുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇത്തരം വർഗീയത എടുത്തിടരുത്. കാരണം നമ്മൾ രാഷ്ട്രീയ നേതൃത്വം തന്നെ പലതവണ പ്രസംഗിച്ച പോലെ, അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ VD സതീശൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ശേഷവും കേരളം ഉണ്ടാവണം, നമ്മുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണം. യഥാർത്ഥത്തിൽ അതിലേക്ക് തന്നെ ഊന്നേണ്ടിയിരിക്കുന്നു. ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് അടവ് തന്ത്രമായി വർഗീയത എടുത്ത് ഉപയോഗിക്കുക എന്ന ഈ പരിപാടി നിർത്താൻ സമയമായി. ഒറ്റ പോയിന്റ്, വർഗീയതയുടെ മാത്രം പ്രശ്നമല്ല, വർഗീയത വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒപ്പം തന്നെ ഈ ടെക്നോളജിയെ ഈ രീതിയിൽ ഇപ്പോൾ ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ സമീപിക്കുന്ന ഒരു രീതി വന്നു അത് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ എന്താ പറയുക, വലിയ അപകടങ്ങളിലേക്ക് പോകും. അത് പരിഹരിക്കാം. ഇപ്പോൾ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇതൊരു ചൂണ്ടുപലകയാണ് എന്ന നിലയിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു മുന്നറിയിപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ വലിയ കാര്യമാണെന്നാണ് ഞാൻ. യെസ്, അതാണ് അതിലെ പോയിന്റ്. അങ്ങനെ ഫേക്കുകൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായി ഈ അന്വേഷണം മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം.